ഐഫൽ ടവർ. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഐഫൽ ടവർ പ്രണയത്തിൻ്റെയും കലയുടെയും നഗരമായ പാരീസിലാണ് സ്ഥിതി ചെയ്യുന്നത്. വർഷം തോറും ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഗോപുരം കാണാൻ വേണ്ടി ഫ്രാൻസിലേക്ക് എത്തിച്ചേരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതികളിൽ ഒന്നാണ് ഈഫൽ ടവർ. 1887 നിർമ്മാണം ആരംഭിച്ച് കേവലം 2 വർഷം കൊണ്ട് 1889 ഇതിൻ്റെ പണി അവർ പൂർത്തിയാക്കി. ഈ ടവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗുസ്താവ് ഐഫൽ എന്ന് പറയുന്ന പ്രശസ്തരായ ഒരു എഞ്ചിനീയറും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ മൗറീസ് കോക്ലിൻ, എമിൽ നൗഗിയർ എന്നിവർ ചേർന്നാണ്. അതിലെ പ്രധാന എഞ്ചിനീയറായ ഗുസ്താവ് ഐഫലിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ടവറിന് ഐഫൽ ടവർ എന്ന പേര് അവർ നൽകിയിരിക്കുന്നത്. ഏകദേശം 330 മീറ്ററാണ് ഇതിൻ്റെ ഉയരം, 1083 അടി. നിർമ്മാണ സമയത്ത് ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിരുന്ന ഒരു കെട്ടിടമായിരുന്നു ഐഫൽ ടവർ. ഏകദേശം 18,000-ലധികം ഇരുമ്പ് കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്താണ് ഈ കൂറ്റൻ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഐഫൽ ടവറിൻ്റെ നിർമ്മാണ രീതി, അതായത് ഇരുമ്പ് കമ്പികൾ ഇങ്ങനെ വലക്കണ്ണികൾ പോലെ കോർത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഉയരമുള്ള കെട്ടിടമാണെങ്കിലും കാറ്റ് ഈ വലക്കണ്ണികൾക്കിടയിലൂടെ സ്മൂത്തായി കടന്നു പോകുന്നത് കൊണ്ട് ഒരു ഒലച്ചിലില്ലാതെ അല്ലെങ്കിൽ കാറ്റിൻ്റെ പ്രശ്നങ്ങളില്ലാതെ ഈ കെട്ടിടം ഇന്നും അതിജീവിച്ച് നിൽക്കുന്നതിന് കാരണം അതാണ്. 1889 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ പാരീസിലൊരു എക്സ്പോഷൻ നടന്നു. ആ എക്സ്പോയുടെ മെയിൻ എൻട്രൻസ് ആയിട്ട്, പ്രവേശന കവാടമായിട്ടാണ് ഈ ഐഫൽ ടവർ ആദ്യം ഡിസൈൻ ചെയ്യുന്നത്. ഈ ഐഫൽ ടവർ ഓരോ മണിക്കൂറിലും 5 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ വെട്ടിത്തിളങ്ങാറുണ്ട്. അതിനുവേണ്ടി അവർ സെനോൺ ഫ്ലാഷ് ലാമ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 20,000 ബൾബുകൾ ഈ ടവറിൻ്റെ 4 വശത്തായിട്ട് ഓരോ തൂണിലും 5000 എണ്ണം വെച്ചാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ മിന്നുന്ന ലൈറ്റുകൾക്ക് പുറമെ ടവറിന് സ്വർണ്ണ നിറം നൽകാനായി 2500 ഹൈ പ്രഷർ സോഡിയം ലാമ്പുകളും ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ആ ടവറിന് സ്ഥിരമായിട്ടൊരു ഗോൾഡൻ, ഒരു മഞ്ഞ നിറം നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ 20,000 ബൾബുകളും ഒരേ സമയമല്ല പ്രകാശിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു നക്ഷത്രം മിന്നി തിളങ്ങുന്ന പോലത്തെ ഒരു പ്രതീതി ഉണ്ടാക്കുന്നത്. ഒരേ സമയത്തല്ല 20,000 ബൾബുകളും ഒരുമിച്ച് തെളിയുകയല്ല, അത് പല സമയത്തായിട്ട് പല രൂപത്തിലാണ് നിങ്ങൾ ബ്ലിങ്ക് ചെയ്യുന്നത്. ഈ ഐഫൽ ടവർ 3 നിലകളിലായിട്ടാണ് അവർ പണിതിരിക്കുന്നത്. അതിൽ 1ാമത്തെ നില ഭൂമിയിൽ നിന്നും 57 മീറ്റർ ഉയരത്തിലാണ് ഉള്ളത്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഗ്ലാസ് ഫ്ലോർ ഉണ്ട്. ഈ ഗ്ലാസ് ഫ്ലോറിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് ഒരേ സമയം പേടി തോന്നുന്നതും എന്നാൽ രസകരമായൊരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ ഐഫൽ ടവറിൻ്റെ ചരിത്രം വിവരിക്കുന്ന ഒരു മ്യൂസിയം അവിടെയുണ്ട്. ചെറിയ റെസ്റ്റോറൻറ്റുകളും ഭക്ഷണശാലകളൊക്കെ ഈ 1ാമത്തെ നിലയിൽ അവർ ഒരുക്കിയിട്ടുണ്ട്. ഈ ഐഫൽ ടവറിൻ്റെ 2ാം നില, ഈ 2ാം നിലയാണ് നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാഴ്ചകൾ കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും ഒക്കെ ഒരു അനുയോജ്യ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2ാം നില അവിടെ നിന്നാൽ നമുക്ക് ഈ പാരീസിലെ പ്രശസ്തമായ നോത്ര കത്തീഡ്രൽ ചർച്ചും അതുപോലെ ലൗവർ മ്യൂസിയവും സെയിൻ നദിയിലൂടെ പോകുന്ന ക്രൂയിസും അങ്ങനെ ഒട്ടനവധിയായ കാഴ്ചകളാണ്. നമുക്ക് ഏതാണ്ട് നല്ല കാലാവസ്ഥയാണെങ്കിൽ നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, പാരീസ് നഗരത്തിൻ്റെ കിലോമീറ്ററുകളോളം പരന്ന് വ്യാപിച്ച് കിടക്കുന്ന ഈ പാരീസ് നഗരത്തിൻ്റെ എല്ലാ ഭംഗിയും നമുക്ക് രാത്രികാല ഭംഗി, അതിൻ്റെ ലൈറ്റിൻ്റെ ഭംഗിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ 2ാം നിലയിൽ വെച്ച്. ഈ 1ഉം 2ഉം നിലകളിൽ നമുക്ക് കയറിയാൽ നമുക്ക് കയറാനും ഇറങ്ങാനും സ്റ്റെയർ ഉണ്ട്. പക്ഷേ ഈ 2ാം നിലയിൽ നിന്നും പിന്നെ മുകളിലത്തെ നിലയിലേക്ക് നമ്മൾ ലിഫ്റ്റിന് ഇത് കൊണ്ടുപോവുകയുള്ളൂ. ഈ 2ാം നിലയിൽ നമുക്ക് ചെറിയ ഷോപ്പിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഐഫൽ ടവറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമുക്ക് വാങ്ങാൻ കഴിയുന്ന ചെറിയ സ്റ്റാച്ചുകളോ ചെറിയ രൂപങ്ങളോ ഒക്കെ ഉണ്ട്. അതുപോലെ വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ജൂൾസ് വേൺ റെസ്റ്റോറൻറ്റ് അവിടെയുണ്ട്. നമുക്ക് ആ 2ാം നിലയിൽ ഇരുന്നുകൊണ്ട് ഈ പാരീസ് നഗരമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഷാംപിയൻ ആസ്വദിക്കുന്നവർക്ക് അതൊക്കെ ചെയ്യാനുള്ള അവസരവും, അല്ല ചെറിയ ചെറിയ സ്നാക്കുകളൊക്കെ ആസ്വദിക്കുന്നവർക്ക് അതിനുള്ള അവസരമൊക്കെ അവർ ഈ 2ാം നിലയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. 2ാം നിലയിൽ നിന്ന് നമ്മൾ 3ാം നിലയിലേക്ക് ലിഫ്റ്റിനാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ലിഫ്റ്റിന് പോകണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ സബ്മിറ്റ് എന്ന ടിക്കറ്റ് എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ലിഫ്റ്റിന് അങ്ങോട്ട് പ്രവേശനമുള്ളൂ. അത് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. ഈ 1ഉം 2ഉം നിലകൾ നമ്മൾ കണ്ടാൽ നമുക്ക് സ്റ്റെയർ ഇറങ്ങി താഴോട്ട് പോകാനുള്ള അവസരമുണ്ട്. പക്ഷേ ഓർക്കുക, 674 സ്റ്റെയറുകളുണ്ട്, നിസ്സാര കാര്യമല്ല. അത് സാഹസികമായ ഒരു യാത്ര തന്നെയാണ്. നമുക്ക് ലിഫ്റ്റ് ഉപയോഗിച്ച് പോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പം.
അതുപോലെ അവർ നഗരത്തിൻ്റെ ദൂരക്കാഴ്ചകൾ നമുക്ക് നഗ്നനേത്രങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു ദൂരദർശിനികൾ അവരൊരുക്കിയിട്ടുണ്ട് അവിടെ, ടെലിസ്കോപ്പുകൾ. അപ്പം നമുക്ക് അതിനകത്ത് പൈസ കിട്ടാൻ നമുക്ക് യൂറോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ആവും. നമുക്ക് ഈ ടെലിസ്കോപ്പിൽ കൂടെ നോക്കി ഈ ദൂരെയുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഈ 2ാം നിലയിൽ നിന്ന് 3ാം നിലയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ലിഫ്റ്റിനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നടന്നു കയറാനുള്ള പടികൾ അവിടെ ഇല്ല. മോശം കാലാവസ്ഥയോ ശക്തമായ കാറ്റോ ഒക്കെ ആണെങ്കിൽ അവരത് സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിടാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പോകുമ്പം നമുക്കതിൻ്റെ ടോപ്പ് വരെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല സമ്മർ ടൈമിൽ നമ്മളവിടെ സന്ദർശിക്കുക, എങ്കിലേ നമുക്കതിൻ്റെ അതിൻ്റെ മുകളിൽ വരെ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ 3ാം നിലയിൽ ഈ ടവറിൻ്റെ ശില്പിയായ ഗുസ്താവ് ഐഫലിൻ്റെ ഒരു ഓഫീസ് മുറി അവിടെ ഒരുക്കിയിരിക്കുന്നതായിട്ട് കാണാം. തോമസ് ആൽവ എഡിസനെ പോലെയുള്ള പ്രതിഭകൾ ഈ ഓഫീസിൽ ഇദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അവരുടെ രണ്ടുപേരുടെയും മെഴുക് പ്രതിമകൾ, സ്റ്റാച്ചു അവിടെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഐഫൽ ടവറിൻ്റെ ഏറ്റവും ഭംഗി ഈ 3ാമത്തെ നിലയിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആകാശത്തെ തൊടുന്ന ഒരു നക്ഷത്ര കൂടാരമായിട്ട് ഐഫൽ ടവർ ഇങ്ങനെ മിന്നി പ്രകാശിച്ച് നിൽക്കുകയാണ്. ഒരു വേള നമ്മൾ ഭൂമിയിലല്ല മറിച്ച് നക്ഷത്രങ്ങൾക്കിടയിലാണ് നിൽക്കുന്നതെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള കാഴ്ചകൾ. താഴെ പാരീസ് നഗരം ഒരു സ്വർണ്ണക്കടൽ പോലെ ഇങ്ങനെ പരന്നു കിടക്കുക. നഗരവീഥികളിലെ വിളക്കുകൾ ഓരോന്നും ഇരുട്ടിൽ കോർത്തു വെച്ച മുത്തുമണികളെ പോലെ തിളങ്ങുക. അതുപോലെ താഴെ സെയിൻ നദിയിലൂടെ ഒഴുകിപ്പോകുന്ന ബോട്ടുകളിലെ വെളിച്ചം കറുത്ത പട്ടുസാരിയിൽ തുന്നിപ്പിടിപ്പിച്ച മിന്നാമിന്നികളെ പോലെ തോന്നിപ്പിക്കും. നഗരത്തിലെ വാഹനങ്ങളുടെ തിരക്ക് അതിൻ്റെ വെളിച്ചത്തിൽ നദികൾ ഒഴുകുന്നത് പോലെയാണ് അനുഭവപ്പെടുക. പാരീസ് എന്ന പ്രകാശത്തിൻ്റെ നഗരം അതിൻ്റെ മുഴുവൻ ശോഭയോടെയും നമ്മുടെ പാദത്തിനടിയിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച. അത് നമുക്ക് വാക്കുകൾക്കൊരിക്കലും പറയാനാകാത്ത അതിനതീതമായ ഒരു മാന്ത്രിക അനുഭൂതിയാണ്. അത്രയും കണ്ണഞ്ചിപ്പിക്കുന്ന ആ വെളിച്ചങ്ങൾക്കിടയിൽ പാരീസിൻ്റെ ഹൃദയമിടിപ്പ് ഒരു സംഗീതം പോലെ നമുക്ക് കേൾക്കാൻ കഴിയും. ആ ഉയരത്തിൽ തണുത്ത കാറ്റേറ്റ് ആ വെളിച്ച പൊട്ടുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ സ്വപ്നത്തിലെന്ന പോലെ ആകാശത്തിൻ്റെ ഭാഗമായിട്ട് മാറും. ഇതാണ് ഈ പാരീസ് ഐഫൽ ടവർ നമുക്ക് നൽകുന്ന ഒരു സ്വപ്നാനുഭവം. വീണ്ടും അടുത്തൊരു വീഡിയോ വരുന്ന വരെ എല്ലാവരോടും ഗുഡ് ബൈ. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഈഫൽ ടവറിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏപ്രിൽ മാസം മുതലാണ് അവിടെ നല്ല സമയം. അവിടുത്തെ ബെസ്റ്റ് സമ്മർ ടൈം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. പോവുക, യാത്രകൾ കാണുക, സ്വപ്നങ്ങൾ കീഴടക്കുക. ഗുഡ് ബൈ.